വീണ്ടും ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പായി, അതും അയ്യപ്പനെ വെച്ചുകൊണ്ട്. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ശബരിമലയിലെ സ്ത്രീകളെ കയറ്റി അതേ ഇടതുപക്ഷം വോട്ട് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ആ സമയത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായി അതൊരു അബദ്ധമായി പോയി എന്ന്. ഇപ്പോൾ ദാ അയ്യപ്പ സംഗമം, അതും ദേവസ്വം ബോർഡുമായിട്ട് ചേർന്ന് നടത്തുന്നു. ശബരിമലയിൽ ആദ്യമായി ഇവർ കൊണ്ടുകയറ്റിയ സ്ത്രീകളെ പോലും അതിൽ പങ്കെടുപ്പിക്കുന്നില്ല. അപ്പോൾ വോട്ട് ബാങ്ക് അല്ലേ ലക്ഷ്യം? തെരഞ്ഞെടുപ്പ് വരാറായപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് ഇവർ മുന്നോട്ട് വരുന്നത്. ഈ ശബരിമലയിലെ വിഷയത്തിൽ CPM-ന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം അവർ പറയുന്നത് ഏതാണ്ട് 1 വർഷം മുൻപ് തന്നെ തങ്ങൾ നിശ്ചയിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന 20-ാം തീയതിയാണ് പമ്പാ തീരത്ത് വെച്ച് ഈ സംഭവം നടക്കുന്നത്. അതവർ പറയുന്നത് മറ്റു ചില ലക്ഷ്യങ്ങളൊക്കെയാണ് അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ശബരിമലയുടെ ഒരു നവീകരണം, ഒപ്പം തന്നെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തുക, അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഇവർ പറയുന്നത്. എങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് പക്കാ രാഷ്ട്രീയം തന്നെയാണ്. ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞത് തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസത്തിനെതിരായിട്ട് തങ്ങൾ യാതൊന്നും ചെയ്യത്തില്ല. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എന്താ പറയുക, മതത്തെയൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട്, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കാണുന്നവർ അവരാണ് യഥാർത്ഥ വർഗീയവാദികൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന CPM തന്നെയാണ് നമ്പർ 1 വർഗീയവാദികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രസ്താവന ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിൽ നിന്നും ഉണ്ടായി. പ്രശാന്ത് പറഞ്ഞത് ഈ പറയുന്ന പോലെ അവര് എന്താ പറയുക, ഈ 20-ാം തീയതി ഈ സമ്മേളനം നടക്കുന്നതിന് മുൻപായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഉണ്ടല്ലോ. അന്ന് യുവതി പ്രവേശനത്തിന് അനുമതി നൽകിയ വിധിക്കെതിരായിട്ടുള്ള റിവിഷൻ ഹർജികൾ, പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് മുൻപിൽ ഇരിക്കുകയാണ്. ആ കേസിൽ ഒരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് കൊടുക്കാനായിട്ട് നിശ്ചയിക്കുന്നുണ്ട്. അതിൽ യുവതി പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് 20-ന് മുൻപ് തന്നെ നടത്താനുള്ള നിയമ വിദഗ്ധരുമായിട്ടുള്ള ആശയവിനിമയം ഒക്കെ തന്നെ അവർ നടത്തുന്നു. അത് രണ്ടും കൂടി ചേർത്ത് വേണം വായിക്കേണ്ടത്. എന്തിനാണ് ഈ 20-ാം തീയതിക്ക് മുൻപ് പെട്ടെന്ന് ഇത്തരത്തിൽ ഈ അത്തരമൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അവിടെയാണ് ഈ പറയുന്ന MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവനയുണ്ടല്ലോ, എന്താണ്, ഈ മതത്തെയും ഒക്കെ തന്നെ വിശ്വാസത്തെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കാണുന്ന അത് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആഗോള അയ്യപ്പ സംഗമം വിളിച്ച് അവിടെ ഈ പറയുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് മൊത്തം വരിക. അവിടെ BJP അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളെ ഒക്കെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ അതിൽ ഒരുപക്ഷെ പങ്കെടുത്തേക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ നിങ്ങളത് നിലപാട് സ്വീകരിച്ചു എന്നത് ഒരു ചോദ്യം ഉയർന്നാൽ അവർക്ക് മറുപടി പറയാനുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ ആ ഒരു നീക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പം തന്നെ BJP ഈ വിഷയത്തിൽ CPM-നെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവര് ഈ യുവതി പ്രവേശനത്തിൽ അന്ന് വിധി വന്നതിന് ശേഷം അവിടെ യുവതികൾ കയറാനുള്ള ഒരു വലിയൊരു ശ്രമമൊക്കെ നടന്നു. അതിനൊക്കെ അനുകൂലിക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന നിലപാടായിരുന്നു ഒരു സർക്കാർ എന്ന നിലയിൽ അന്ന് ഇടതുപക്ഷം സ്വീകരിച്ചത്. ആ നിലപാടിന് വലിയ രീതിയിലുള്ള നവോത്ഥാനം എന്നുള്ള നിലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ കയ്യടി വാങ്ങുകയും അത് വലിയ ക്രെഡിറ്റായിട്ട് CPM ഏറെക്കാലം കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് അത് വലിയ ക്രെഡിറ്റ് ഒന്നും ആയിരുന്നില്ല, അത് തിരിച്ചടിയായിരുന്നു എന്ന് അവർ വിലയിരുത്തുകയും പിന്നീട് വീടാന്തരം കയറി ഇറങ്ങി തങ്ങൾക്ക് പറ്റിയ തെറ്റ് ലേലുവല്ലു പറഞ്ഞു നടക്കുന്ന CPM-നെ നമ്മൾ കാണുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. അപ്പോൾ അവരിപ്പോൾ ഒരു നീക്കം നടത്തുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും പറയാം ഒരു രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം 2 മാസത്തോടെ കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക സമയമില്ല. അതെ, വോട്ട് ബാങ്കിനൊപ്പമാണ് തങ്ങളെന്ന് അടിവരെ ഇട്ടുകൊണ്ട് പറയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ പറയുന്ന പോലെ നേരത്തെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മാധ്യമങ്ങളിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു സംഭവം അത് തന്നെയാണ്. എന്താ പറയുക, ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത്. ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഓരോ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ
ഭൂരിപക്ഷ വർഗീയതയും കൂടി സമാസമം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വീണ്ടും നേട്ടം കൊയ്യാം എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് എം പി ഗോവിന്ദനൊക്കെ എന്താണ് പറയുക, തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. മലയാളികളൊക്കെ തന്നെ നല്ലവണ്ണം അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളാണ്. അവര് 2018 ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഈ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ CPM ആ വിഷയത്തിൽ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ വന്നിരുന്നുകൊണ്ട് CPM നേതാക്കളൊക്കെ എന്താണ് നിലപാട് സ്വീകരിച്ചതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ മുന്നിൽ കൂടി കടന്നുപോയ കാര്യങ്ങളാണ്. അതൊന്നും കേരള സമൂഹം മറന്നിട്ടുണ്ടാകാനുള്ള ഇല്ല. 2018 7 വർഷമേ ആകുന്നുള്ളൂ, 10 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ CPM ഇപ്പോൾ പറയുന്ന ഈ വിശ്വാസികളോടുള്ള അവരുടെ സ്നേഹമൊക്കെ തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമാണ്, എത്രത്തോളം അതിന് വിശ്വാസ്യതയുണ്ട്, അവരുടെ കാപട്യം, ഈ വിഷയത്തിലെ കാപട്യം എത്രത്തോളമാണ് എന്നതൊക്കെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം പോലെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലെ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ മലക്കം മറിച്ചിൽ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. രാഷ്ട്രീയത്തിലെ മലക്കം മറിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഏറ്റവും മകുടോദാഹരണമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം കാണിക്കാവുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘവും അതിന് പിന്നാലെ നടക്കുന്ന ഓരോ നേതാക്കളുടെയും പാർട്ടി സെക്രട്ടറിയാണ് MP ഗോവിന്ദൻ, അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അത് CPM നോമിനി തന്നെയാണ്. അവരൊക്കെ നടത്തുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഇനിയിപ്പോൾ നടത്താൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മലക്കം മറിച്ചില്ല, അങ്ങനെ ഈ വിഷയത്തിൽ അവർ മലക്കം മറിഞ്ഞു. ഒരു സർക്കസിലൊക്കെ തന്നെ ട്രിപ്പീസ് കളി എന്നൊക്കെ നമ്മൾ പറയൂല, ആ ഒരു മെയ്വഴക്കത്തോടു കൂടിയാണ് CPM ഈ വിഷയത്തിൽ മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നമുക്കറിയാം ഈ 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് കേരള നവോത്ഥാന സമിതി എന്ന് പറയുന്ന ഒരു സമിതി സർക്കാർ മുൻകൈയെടുത്ത് രൂപീകരിക്കുകയും അതിനകത്ത് SNDP പോലെയുള്ള സംഘടനകളെയും KPMS പോലെയുള്ള സംഘടനകളൊക്കെ തന്നെയുണ്ട്. ഇപ്പോഴും ആ സംഘടന നിലവിലുണ്ട്. അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശനാണ് ഇരിക്കുന്നത്. ഓരോ മിനിറ്റിലും വർഗീയത മാത്രം ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തെ മൗനമല്ല, പൂർണ്ണമായിട്ട് പിന്തുണയാണ്. വെള്ളാപ്പള്ളി നടത്തുന്ന ഓരോ വർഗീയ പ്രസംഗങ്ങളെയും പിന്നീട് വന്ന് മുഖ്യമന്ത്രി നല്ല രീതിയിൽ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക, അതിനെ ന്യായീകരിക്കുക, മന്ത്രിമാരൊക്കെ തന്നെ അതിനെന്നുള്ള നിലയിൽ ഓരോ സ്വീകരണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുക, മാലയിട്ട് സ്വീകരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് സംശയം തോന്നുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞ വർഗീയതയ്ക്കാണെങ്കിൽ അടുത്ത വർഗീയത ഗ്രേഡ് കൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി കൂട്ടി അടുത്ത ദിവസം വീണ്ടും വർഗീയത പറയുന്ന അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു വർഗീയ വിഷമായ വെള്ളാപ്പള്ളിയെ വളർത്തിക്കൊണ്ട് പോകുന്ന സമീപനമാണ് CPM നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് നവോത്ഥാന സമിതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യുവതി പ്രവേശനത്തെ പോലെയുള്ള നവോത്ഥാനം വേണമെന്നായിരുന്നല്ലോ അവരുടെ ആവശ്യം. ഓരോ നവോത്ഥാനത്തിലൂടെയാണ് കേരളം വളർന്നു വന്നത്, അങ്ങനെയാണ് ഓരോ മാറ്റങ്ങൾ ഉണ്ടായത്. നമുക്കറിയാം, എന്താ പറയുക, ക്ഷേത്ര പ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ അവര് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നവോത്ഥാന സമിതി എന്ന് പറയുന്ന സമിതി പോലും രൂപീകരിച്ചത്. അതാണ് ഇന്ന് KPMS സെക്രട്ടറിയായ പുന്നല ശ്രീകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. CPM ഈ വിഷയത്തിൽ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകരുത്, യുവതീ പ്രവേശനത്തെ തടയുന്ന നിലപാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. കാരണം ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു സമിതിയെ രൂപീകരിച്ചത്. അതിനൊക്കെ മുന്നിൽ നിന്ന വ്യക്തിയാണ് ഈ പുന്നല ശ്രീകുമാറൊക്കെ. അപ്പോൾ ആ ഒരു സമിതി നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ CPM വോട്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മലക്കം മറിഞ്ഞിരിക്കുന്നത്. അവരെയൊക്കെ തന്നെ ഒരു വശത്താക്കി അവരെ ഒറ്റയ്ക്കാക്കേണ്ടത് ഞങ്ങൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് CPM സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാം എന്നത് മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും അവർ പോകും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കണ്ടത്. അയ്യപ്പ വിശ്വാസികളുടെ എന്തെങ്കിലും ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശബരിമലയുടെ എന്തെങ്കിലും നവോത്ഥാനത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. എങ്ങനെയെങ്കിലും ഈ പറയുന്ന തങ്ങളെ സ്വയം എതിരാക്കിയിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെയാണ് ഈ SNDP ഒക്കെ കൂടെ പിടിച്ചിരിക്കുന്നത്. ഈഴവ സമുദായം എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് LDF വോട്ട് ബാങ്ക് ആയിരുന്നു. അവരൊക്കെ തന്നെ ഈ വിഷയത്തിന് ശേഷമാണ് വലിയ രീതിയിൽ എതിരായത്, NSS എതിരായതൊക്കെ തന്നെ വലിയ രീതിയിൽ CPM തിരിച്ചടിയായി. അപ്പോൾ അത് ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആഗോള അയ്യപ്പ സംഗമം വിളിക്കുകയാണ്. അല്ലാതെ എന്താ പറയുക, ഈ പറയുന്ന പോലെ ശബരിമലയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പറയുന്ന പരിഭാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയോ ഒന്നുമല്ല. മറിച്ച് ഈ പറയുന്ന ഭൂരിപക്ഷ പ്രീണനം ഹിന്ദുക്കളുടെ വോട്ട് ബാങ്ക് അത് തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തണം. അതുവഴി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും ജയിച്ച് വീണ്ടും അധികാരത്തിലേറണമെന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. അത് നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയത തന്നെയാണ് CPM വെക്കുന്നത്. അത് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദന്റെ ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.